ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യത്തെപ്പറ്റിയാണ്. ഒരേ സമയം കുറെ പഴയ കഥകളും പിന്നെ സയൻസും ഒത്തുചേരുന്ന ഒരു സംഭവം. അതാണ് വുൾഫ് സൂപ്പർമൂൺ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഒരു ചെന്നായ, അതായത് വുൾഫ്, പിന്നെ ഒരു സൂപ്പർ. ഇതൊക്കെ എങ്ങനെ നമ്മുടെ ചന്ദ്രന്റെ പേരിന്റെ കൂടെ വന്നു? ശരി, നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ശരി, നമുക്ക് ആദ്യം തന്നെ ഈ പേരിലെ വുൾഫ് എന്ന വാക്ക് എവിടുന്ന് വന്നു എന്ന് നോക്കിയാലോ. ഇതൊന്നും ഇന്നോ ഇന്നലെയോ വന്ന പേരല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആ തണുപ്പ് കാലത്ത് വരുന്ന പൂർണ്ണചന്ദ്രനെ ആളുകൾ വിളിച്ചിരുന്ന പേരാണിത്. ഈ പേരിന്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ നമ്മൾ നേറ്റീവ് അമേരിക്കൻ, യൂറോപ്യൻ പാരമ്പര്യങ്ങളിലേക്കാണ് എത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊടും തണുപ്പുള്ള ജനുവരി മാസം, ഭക്ഷണം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ സമയത്ത് ഗ്രാമങ്ങൾക്ക് പുറത്ത് ചെന്നായ്ക്കൾ ഓരിയിടുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. അങ്ങനെ ആ ഓരിയിടലാണ്, ആ ശബ്ദമാണ് ജനുവരിയിലെ പൗർണമിക്ക് വുൾഫ് മൂൺ എന്ന പേര് നേടിക്കൊടുത്തത്. അപ്പോ വുൾഫ് എന്ന പേരിന് പിന്നിലെ ആ ഒരു കഥ നമുക്ക് പിടികിട്ടി അല്ലേ? ഇനി നമുക്ക് കുറച്ച് സയൻസിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണിതിനൊരു സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഒരു പെർഫെക്റ്റ് സർക്കിളിലല്ല, ഇതൊരു ദീർഘവൃത്താകൃതിയിലാണ്. അതുകൊണ്ടുതന്നെ ചില സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് കുറച്ചുകൂടി അടുത്തായിരിക്കും, ചിലപ്പോൾ കുറച്ച് അകലെയായിരിക്കും. അപ്പോൾ ഭൂമിയോട് ഏറ്റവും ചേർന്ന് വരുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പെരിജി എന്ന് പറയുന്നത്. ആ സമയത്തൊരു പൗർണമി കൂടി വന്നാൽ സംഭവം കളറായി. അതിനെ നമ്മൾ സൂപ്പർ മൂൺ എന്ന് വിളിക്കും. ഈ കാണുന്ന ചിത്രം നോക്കിയാൽ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. കണ്ടില്ലേ? ചന്ദ്രൻ പെരിജിയിൽ, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്തു വരുമ്പോൾ എത്ര വലുതായാണ് കാണുന്നത്. ഇനി അപ്പുറത്ത് ഏറ്റവും ദൂരെയുള്ള പോയിന്റായ അപ്പോജിയിലായിരിക്കുമ്പോൾ നോക്കൂ, അത് താരതമ്യേന എത്ര ചെറുതാണെന്ന്. ശരി, ഈ സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ വലിപ്പത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? കണക്കിൽ പറഞ്ഞാൽ സാധാരണ ഒരു പൂർണ്ണചന്ദ്രനേക്കാൾ ഏകദേശം 14% വരെ കൂടുതൽ വലിപ്പത്തിൽ നമുക്കിതിനെ കാണാൻ പറ്റും. വലിപ്പം മാത്രമല്ല കേട്ടോ, അതിന്റെ പ്രകാശത്തിലും കാര്യമായ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു പൗർണലിയേക്കാൾ ഏകദേശം 30% വരെ ബ്രൈറ്റ് ആയിരിക്കും ഒരു സൂപ്പർമൂൺ. അപ്പോ ഇതിന് പിന്നിലുള്ള സയൻസ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാഴ്ച അനുഭവിക്കാൻ എങ്ങനെയായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. അപ്പോ ഒരു സൂപ്പർമൂൺ ഏറ്റവും ഭംഗിയായി കാണാൻ പറ്റിയ സമയം ഏതാണെന്നറിയാമോ? അത് സൂര്യാസ്തമയം കഴിഞ്ഞ് ചന്ദ്രൻ കിഴക്കൻ ആകാശത്തിങ്ങനെ പൊങ്ങിവരുന്ന ആ സമയമാണ്. ആ ഒരു കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പറയണ്ടല്ലോ, രാത്രി മുഴുവൻ ആകാശത്ത് ഈ ഗംഭീര കാഴ്ചയുണ്ടാവും. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് വലിയ ടെലിസ്കോപ്പോ ബൈനോക്യുലറോ ഒന്നും വേണ്ട. നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഈ സൗന്ദര്യം മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് നേരിട്ട് കണ്ട ഒരാൾ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണോ? സാധാരണ കാണുന്ന ഫുൾമൂണിനേക്കാൾ കുറച്ചുകൂടി വലുപ്പവും നല്ല വെളിച്ചവും ഉള്ളതുപോലെ തോന്നി. അത്രയുള്ളൂ സംഭവം. ഇതാണ് ആ ഒരു സൂപ്പർ മൂൺ എക്സ്പീരിയൻസ്. ഇവിടെ വേറൊരു രസകരമായ സംഭവം കൂടിയുണ്ട്. മൂൺ ഇലൂഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ചന്ദ്രൻ ചക്രവാളത്തിന്റെ അടുത്തായിരിക്കുമ്പോൾ, അതായത് ഉദിച്ചുവരുന്ന സമയത്ത് നമുക്കതിനെ ഭയങ്കര വലുപ്പത്തിൽ തോന്നും. കാരണം നമ്മുടെ കണ്ണ് അറിയാതെ തന്നെ അതിനെ അവിടുത്തെ മരങ്ങളോടും കെട്ടിടങ്ങളോടുമൊക്കെ കമ്പയർ ചെയ്യും. അപ്പോൾ സൂപ്പർ മൂൺ സമയത്ത് ഈയൊരു ഇലൂഷൻ കാരണം ചന്ദ്രൻ ശരിക്കും ഒരു ഭീമാകാരനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ അതിന് നല്ലൊരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ നിറം ശ്രദ്ധിച്ചിട്ടില്ലേ? അത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം കാരണമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ചുവപ്പ് നിറം കാണുന്ന അതേ കാരണം തന്നെ. പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ നിറം മാറും. ഓക്കെ, അപ്പൊ കാഴ്ചയിൽ വലുതാണ്, ബ്രൈറ്റാണ്, എല്ലാം കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭൂമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവോ? നമുക്കതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ കാഴ്ചയില് ഈ പറയുന്ന 14% വലിപ്പവും 30% ബ്രൈറ്റ്നസ്സും ഒക്കെ ഉണ്ടെങ്കിലും സൂപ്പർമൂൺ കാരണം ഭൂമിയില് അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സാധാരണയുണ്ടാകുന്ന വേലിയേറ്റത്തിൽ ഒരു വളരെ ചെറിയൊരു വർധനവുണ്ടാകാം. അതല്ലാതെ മനുഷ്യർക്ക് എന്തെങ്കിലും കുഴപ്പമോ മറ്റ് അസാധാരണ സംഭവങ്ങളോ അങ്ങനെ ഒന്നും തന്നെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ വുൾഫ് സൂപ്പർമൂൺ എന്ന് പറയുന്നത് എന്താണ്? പഴയ കാലത്തെ കഥകളും ഇന്നത്തെ സയൻസും കൈകോർക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. ആലോചിച്ചു നോക്കിയാൽ ആകാശം ഇന്നും നമ്മളോട് ഇതുപോലെ ഒരുപാട് പഴയ കഥകൾ പറയുന്നുണ്ട്. അപ്പോ അടുത്തതായി എന്ത് അത്ഭുതമായിരിക്കും നിങ്ങൾ ആകാശത്ത് കാണാൻ പോകുന്നത്?